ഹായ് എവരി വൺ, ഹാലോ ആൽക്കൻ ഹാലോ അരീൻസ് എന്ന് പറയുന്നത് നമ്മുടെ 12th ഓർഗാനിക് കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്ററാണ്. അതുപോലെ തന്നെ നീറ്റിന് എന്തായാലും ക്വസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് ഹാലോ ആൽക്കൻസ് ഹാലോ അരീൻസ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊരു വൺ ഷോട്ട് റിവിഷൻ ഈ ചാപ്റ്റർ നമുക്ക് നടത്തി നോക്കാം. സോ സ്റ്റാർട്ടിംഗ് വിത്ത് ക്ലാസിഫിക്കേഷൻ. സോ രണ്ട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തത് ഓർഗാനിക് കോമ്പൗണ്ടിൽ എത്ര ഹാലജൻ ഉണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരു ഹാലജൻ ആണെങ്കിൽ മോണോ ഹാലോ ആൽക്കൈൻ, രണ്ടെണ്ണം ആണെങ്കിൽ ഡൈഹാലോ, മൂന്നെണ്ണം ആണെങ്കിൽ ട്രൈ ഹാലോ ആൽക്കൈൻ. അങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ പോവുക. ഇതേ ക്ലാസിഫിക്കേഷൻ അരോമാറ്റിക് ഹലൈഡിനും ബാധകമാണ്. മോണോ ഹാലോ അരീൻ, ഡൈഹാലോ അരീൻ, ട്രൈ ഹാലോ അരീൻ, അങ്ങനെ മുമ്പോട്ട് പോകുന്നു. 4, 5, 6 അങ്ങനെ നമ്പർ ഓഫ്, അതായത് 4ൽ കൂടുതൽ അല്ലെങ്കിൽ 4 അതിൽ കൂടുതലോ നമ്പർ ഓഫ് ഹാലജൻ ഉണ്ട് എങ്കിൽ നമുക്കതിനെ പോളി ഹാലജൻ കോമ്പൗണ്ട് എന്നുകൂടെ നമുക്ക് വിളിക്കാം. പോളി ഹാലജൻ കോമ്പൗണ്ട് എന്നുകൂടെ വിളിക്കാം. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മുടെ ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബൺ ഏത് തരമാണ് എന്നതിനെ ബേസ് ചെയ്തിട്ട്. സോ കാർബൺ കണ്ടെയ്നിങ് ഹാലജൻ അയാൾ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണാറ്റം ആണെങ്കിൽ അതിൽ തന്നെ 3 വെറൈറ്റി വരുന്നുണ്ട്. നോർമൽ ആൽക്കൈൽ ഹലൈഡ്, അലൈൽ ടൈപ്പ്, ബെൻസൈൽ ടൈപ്പ്. നോർമൽ ആൽക്കൈൽ ഹലൈഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഹാലജൻ അറ്റാച്ച് ചെയ്തിരുന്ന കാർബൺ sp3 ആണ്. ഓക്കെ, അവിടെ നമുക്ക് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്ന് പറഞ്ഞൊരു സബ് ക്ലാസിഫിക്കേഷൻ കൂടിയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാലജൻ അറ്റാച്ച് ചെയ്തിരുന്ന കാർബൺ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അയാൾ വേറെ ഒരു കാർബണാറ്റമായിട്ടും കൂടെ ബോണ്ട് ചെയ്തിട്ടുണ്ട്. ഫർദർ ബോണ്ട് ടു അനദർ കാർബണാറ്റം പ്രൈമറി. ഫർദർ 2 കാർബണാറ്റമായിട്ട് ബോണ്ട് ഉണ്ടെങ്കിൽ സെക്കൻഡറി. ഹാലജൻ കണ്ടെയ്ൻ ചെയ്യുന്ന കാർബൺ അല്ലെങ്കിൽ ഹാലജൻ അറ്റാച്ച് ചെയ്തിരുന്ന കാർബൺ വേറെ 3 കാർബണാറ്റമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ടെർഷറി എന്ന് വിളിക്കും. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. ഹാലജൻ ഉള്ള കാർബണാറ്റം വേറെ എത്ര കാർബണാറ്റമായിട്ട് ബോണ്ട് ഉണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ട്. ഇനി അലൈൽ ഹലൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെയും ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണാറ്റമായിട്ട് തന്നെയാണ്. പക്ഷേ ദാറ്റ് കാർബൺ ഈസ് ഫർദർ ബോണ്ട് ടു എ ഡബിൾ ബോണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഹാലജൻ കണ്ടെയ്നിങ് കാർബൺ ഫർദർ ബോണ്ട് ടു എ ഡബിൾ ബോണ്ട്. ഇതിനെയാണ് നമ്മൾ അലൈൽ സിസ്റ്റം എന്ന് വിളിക്കുക, അലൈൽ ഹലൈഡ്സ്. ബെൻസൈൽ ഹലൈഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെയും ഹാലജൻ അറ്റാച്ച് ചെയ്തിരുന്ന കാർബൺ sp3 ആണ്. പക്ഷേ ആ കാർബൺ ഫർദർ ഒരു ബെൻസീൻ റിംഗ് ആയിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അലൈലിനെയും ബെൻസൈലിനെയും ഒക്കെ നമുക്ക് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എഗെയിൻ പ്യുവർലി ബേസ്ഡ് ഓൺ കാർബൺ കണ്ടെയ്നിങ് ഹാലജൻ വേറെ എത്ര കാർബണായിട്ടായിട്ട് ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിനെ ബേസ് ചെയ്ത് മാത്രം. നൗ അടുത്തത് sp2 ഹൈബ്രിഡൈസ്ഡ് കാർബണാറ്റം ആണ് നമ്മുടെ ഹാലജൻ കണക്ട് ചെയ്തേക്കുന്നത് വിചാരിക്കാം. അതായത് ഹാലജൻ കണക്റ്റഡ് ടു sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ. അപ്പോൾ നമുക്ക് 2 തരമുണ്ട്. ഒന്ന് വിനൈൽ, രണ്ടാമത് നോർമൽ അരോമാറ്റിക് ഹലൈഡ്. വിനൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഹാലജൻ ഡയറക്റ്റ്ലി ഒരു ഡബിൾ ബോണ്ടുമായിട്ട് കണക്റ്റഡ് ആണ്, നമ്മളതിനെ വിനൈൽ എന്ന് വിളിക്കുന്നു. ഡയറക്റ്റ്ലി ഒരു അരോമാറ്റിക് റിംഗുമായിട്ടാണ് കണക്റ്റഡ് ആവുന്നതെങ്കിൽ അരോമാറ്റിക് അല്ലെങ്കിൽ അരൈൽ ഹലൈഡ്, ഹാലോ അരീൻസ് ഒക്കെ നമ്മളതിനെ വിളിക്കുന്നു. നൗ കമ്മിങ് ടു പ്രിപ്പറേഷൻസ്. പലതരം മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഉണ്ട്. പല റിയാക്ഷൻസും ഇവിടെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന പല റിയാക്ഷനും വേറെ പല ചാപ്റ്റേഴ്സിലും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്വൈറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് തന്നെയാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഒന്നാമത്തത് ഫ്രീ റാഡിക്കൽ ഹാലജനേഷനാണ്. ആൽക്കൈനിലെ ഒരു ഹൈഡ്രജനെ ഒരു ഹാലജനുമായിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഹാലജൻ ലൈറ്റിൻ്റെ പ്രസൻസിലോ ഹീറ്റിൻ്റെ പ്രസൻസിലോ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. ജനറലി നമുക്ക് ക്ലോറിനേഷനും ബ്രോമിനേഷനും ഒക്കെയാണ് നമ്മളിങ്ങനെ നടത്തുക. ഫ്ലൂറിനേഷൻ ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ്. ഫ്ലൂറിൻ ഭയങ്കര റിയാക്റ്റീവ് ആയതുകൊണ്ട് ഫ്ലൂറിൻ ഭയങ്കര വയലൻ്റ് റിയാക്ഷനും അയഡിനേഷൻ ഭയങ്കര സ്ലോയുമാണ്. അപ്പോൾ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്നുള്ളതാണ് റിയാക്ടിവിറ്റി ഓർഡർ. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്ന ഫ്രീ റാഡിക്കൽ മെക്കാനിസം വഴിയാണ്. നമ്മൾ ഹൈഡ്രോ കാർബൺ ചാപ്റ്ററിൽ ഇതിൻ്റെ മെക്കാനിസം ഒക്കെ പഠിച്ചിട്ടുണ്ട്. ചെയിൻ ഇനിഷ്യേഷൻ, പ്രൊപ്പഗേഷൻ, ടെർമിനേഷൻ അല്ലേ. അപ്പോൾ അതേ കാര്യം തന്നെയാണ്. സോ ഫ്രീ റാഡിക്കൽ മെക്കാനിസം വഴി ആയതുകൊണ്ട് റിയാക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുക കാർബൺ ഫ്രീ റാഡിക്കലിൻ്റെ സ്റ്റെബിലിറ്റീനെയാണ്. ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഫ്രീ റാഡിക്കൽ ടെർഷറി ആണ്, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി. സോ ഒരു റിയാക്ടിവിറ്റി ഓർഡർ കൺസിഡർ ചെയ്യുമ്പോൾ ടെർഷറി പൊസിഷനിലുള്ള ഹൈഡ്രജനാണ് കൂടുതൽ റിയാക്ടിവിറ്റി, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി. സോ ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന റിയാക്ഷനാണ്. ഈ ഒരു റിയാക്ഷൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ പ്രൊഡക്റ്റുകൾ കിട്ടാം. ഒരൊറ്റ പ്രൊഡക്റ്റിൽ തന്നെ നിൽക്കണമെന്നില്ല, ചിലപ്പോൾ വി ക്യാൻ ഗെറ്റ് മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ്. അതാണ് ഈ ഒരു മെത്തേഡിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ആൽക്കോൾ, ഫീനോൾ, ഈതറിൻ്റെ സെക്ഷനിൽ പഠിക്കുന്ന ഒരു റിയാക്ഷനാണ്. ഈതറിനെ നമ്മൾ ഹൈഡ്രജൻ ഹലൈഡായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കാർബൺ ഓക്സിജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, ഓക്സിജൻ്റെ കൂടെ ഹൈഡ്രജൻ പോകുന്നു. ഹാലജൻ എന്ന് പറയുന്നത് നോക്കി നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ കൂടെ വരുന്നു, നമുക്ക് ആൽക്കൈൽ ഹലൈഡ് കിട്ടുന്നു. ഓക്കെ, നമ്മൾ അവിടെ പഠിക്കുന്ന ഒരു റിയാക്ഷനാണ് എവിടെ ഈതറിൻ്റെ സെക്ഷനിൽ. സോ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ചെക്ക് ചെയ്യുകയാണെങ്കിൽ HI, HCl, HBr, HF ഇതാണ് നമ്മുടെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി എന്ന് പറയുന്നത്. നൗ അടുത്ത റിയാക്ഷനിലേക്ക് പോകുമ്പോൾ ഞാൻ വലതുഭാഗമാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രം ആൽക്കഹോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതായത് ആൽക്കഹോളിലെ OH ഗ്രൂപ്പിനെ എങ്ങനെ ഒരു ക്ലോറിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഹാലജനായിട്ട് റീപ്ലേസ് ചെയ്യാം. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഫോസ്ഫറസിൻ്റെ ഹലൈഡ്സ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. PCl5 PCl3 അല്ലെങ്കിൽ റെഡ് ഫോസ്ഫറസ് ആൻഡ് ഹാലജനോ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഫ്ലൂറിൻ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ക്ലോറിനോ ബ്രോമിനോ ആണ് ഏറ്റവും കോമൺ. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ അയഡിനും ഇവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്.
റെഡ് ഫോസ്ഫറസ് ആൻഡ് അയഡിൻ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കി നോക്കണം, OH ഗ്രൂപ്പ് ഈസ് റീപ്ലേസ്ഡ് ബൈ ഹാലജൻ. രണ്ടാമത്തെ റിയാക്ഷൻ ഡാർസൺ റിയാക്ഷൻ ആണ്. ഈ റിയാക്ഷൻ്റെ പേര് NCERT ഇല്ല, പക്ഷേ ഫെമിലിയർ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. തൈനൈൽ ക്ലോറൈഡ് ആയിട്ടുള്ള റിയാക്ഷൻ, SOCl2. ക്ലോറിൻ ഇവിടെ OH റീപ്ലേസ് ചെയ്യുന്നു. ഇനി അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നമുക്കൊരു ഹൈഡ്രജൻ ഹലൈഡായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഹാലജൻ ഇവിടെ OH ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്യുന്നു. ഇതിനകത്ത് ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഫ്രം ആൽക്കഹോൾ ഒരു ആൽക്കൽ ഹലൈഡിനെ ഉണ്ടാക്കാൻ. പക്ഷേ ഈ ഒരു എല്ലാ മെത്തേഡ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഔട്ട് ഓഫ് ഓൾ ദിസ് മെത്തേഡ് വിച്ച് ഇസ് എ ബെസ്റ്റ് മെത്തേഡ്, തൈനൈൽ ക്ലോറൈഡിൻ്റെ മെത്തേഡാണ് ബെസ്റ്റ് മെത്തേഡ്. കാരണം ബൈ പ്രൊഡക്ട്സ് ആർ ഗ്യാസസ്. ഇവിടെ നമുക്ക് ഫോം ചെയ്ത പ്രൊഡക്റ്റിനെ പ്യൂരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ബൈ പ്രൊഡക്റ്റ് എല്ലാം ഗ്യാസ് ആയിട്ട് എസ്കേപ്പ് ചെയ്ത് പോയി. സോ നമുക്ക് മൊത്തം പ്രോസസ്സിൽ പ്യൂരിഫിക്കേഷൻ സ്റ്റെപ്പ് ഒഴിവാക്കാം. ബാക്കിയുള്ളിടത്തൊക്കെ എന്തെങ്കിലും ഒരു ബൈ പ്രൊഡക്റ്റ് ഉണ്ടാവും. ആ ബൈ പ്രൊഡക്റ്റിൻ്റെ പ്രശ്നം ഡാർസൺ റിയാക്ഷനിലില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെയൊക്കെ നമ്മൾ ക്ലോറിനോ ബ്രോമിനോ ആണ് നമ്മൾ സാധാരണ ആൽക്കൈൽ ചെയിനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ക്ലോറോ ആൽക്കീൻ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കീനാണ് സാധാരണ പ്രിപ്പയർ ചെയ്യുക. നമുക്ക് അയഡിനോ ഫ്ലൂറിനോ വരണമെങ്കിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ, ആദ്യം ക്ലോറിനോ ബ്രോമിനോ ഉണ്ടാക്കുക. അതിനുശേഷം ഈ ക്ലോറിനെയോ ബ്രോമിനെയോ നമ്മൾ ഫ്ലൂറിനോ അയഡിനോ ആയിട്ട് റീപ്ലേസ് ചെയ്യാം. ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ. നമ്മൾ അയഡിനായിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ എന്ന് വിളിക്കുക. നമ്മൾ ചെയ്യേണ്ട എന്താ ഇവിടെ, വാട്ട് വി ഹാവ് ടു ഡു, നമുക്കിവിടെ ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ നോക്കി ആൽക്കൈൽ ഹലൈഡ് എടുക്കുന്നു, സോഡിയം അയഡൈഡായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഇവിടുത്തെ മീഡിയം ഡ്രൈ അസറ്റോൺ മീഡിയമാണ്, മീഡിയം ശ്രദ്ധിക്കുക. അയഡിൻ ഇവിടെ ഈ ഹാലജനെ റീപ്ലേസ് ചെയ്യുന്നു. അതായത് ഇനിഷ്യലി നമുക്ക് ഒരു ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കൈനാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ ക്ലോറിനോ ബ്രോമിനോ അയഡിനായിട്ട് റീപ്ലേസ് ചെയ്തു. ഇനി നമുക്കത് ഫ്ലൂറിനായിട്ടാണ് വേണ്ടതെങ്കിൽ നമുക്കിവിടെ യൂസ് ചെയ്യേണ്ട റിയേജന്റ് എന്ന് പറയുന്നത് AgF ആണ്, സിൽവർ ഫ്ലൂറൈഡ് അല്ലെങ്കിൽ മെർക്കുറി ഫ്ലൂറൈഡ്, കൊബാൾട്ട് ഫ്ലൂറൈഡ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഈ കാണുന്ന ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഫ്ലൂറിനെ ഇവിടെ റീപ്ലേസ് ചെയ്യും. സോ ഫ്ലൂറൈഡോ അയഡൈഡോ ഉണ്ടാക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ക്ലോറൈഡോ ബ്രോമൈഡോ ഉണ്ടാക്കുന്നു, അതിനുശേഷം ഫ്ലൂറിനോ അയഡിനോ ആയിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ വഴി. നെക്സ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആൽക്കീനിൽ നിന്ന് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ആൽക്കീനിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഡയറക്ട്ലി ഹൈഡ്രജൻ ഹലൈഡ് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് മാർക്കോണിക്കോവ് റൂൾ ആയിരിക്കും ഫോളോ ചെയ്യുക, അല്ലേ? ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റോൺ എവിടെ ഫോം ചെയ്യുന്നു അവിടേക്കായിരിക്കും ഹാലജൻ ആഡ് ആവുക, അല്ലെ? മാർക്കോണിക്കോവ് റൂൾ. കാർബോകാറ്റോൺ ഇൻ്റർമീഡിയറ്റ് ഉണ്ടാവും. സോ നമുക്ക് മേജർ പ്രൊഡക്റ്റും മൈനർ പ്രൊഡക്റ്റും ഡിറ്റർമിൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, മാർക്കോണിക്കോവ് പ്രൊഡക്റ്റ് ആയിരിക്കും മേജർ, മറ്റേത് മൈനർ. ഇനി ഇതേ കാര്യം നമുക്ക് HBrൻ്റെ കേസിൽ, ഓൺലി ഫോർ HBr നമുക്ക് പെറോക്സൈഡ് എഫക്റ്റിൻ്റെ കാര്യം നമുക്കറിയാം. പെറോക്സൈഡ് യൂസ് ചെയ്യണമെങ്കിൽ എന്താ പറ്റുക, ആൻറ്റി മാർക്കോണിക്കോവ് റൂൾ അല്ലെങ്കിൽ ഖറാഷ് എഫക്റ്റ്, പെറോക്സൈഡ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ആരാണോ മൈനറായിട്ട് കിട്ടുക അയാളാണ് മേജർ പ്രൊഡക്റ്റ് വരിക. കാരണം ഇവിടുത്തെ മെക്കാനിസം തന്നെ വേറെയാണ്, ഇവിടെ ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ് ഫോളോ ചെയ്യുക. സോ മേജർ പ്രൊഡക്റ്റ് മൈനർ ആവുന്നു, മൈനർ പ്രൊഡക്റ്റ് മേജർ ആവുന്നു. ആ ഒരു കാര്യം നമ്മുടെ തലയിൽ ഉണ്ടാവണം. നൗ അത് നമ്മുടെ പ്രിപ്പറേഷൻ മെത്തേഡ് എല്ലാം കഴിഞ്ഞു. നൗ കമ്മിങ് ടു ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാ ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സിലും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ബോയിലിംഗ് പോയിന്റ്, ഡെൻസിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ബോയിലിംഗ് പോയിന്റ് നമുക്കറിയാം മോളിക്കുലാർ മാസുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അതായത് നമ്പർ ഓഫ് കാർബൺ ആറ്റം കൂടിക്കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് കൂടും, ബ്രാഞ്ചിങ് കൂടിക്കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് കുറയും. ഇനി നമുക്കൊരു അയഡൈഡോ ബ്രോമൈഡോ ക്ലോറൈഡോ ഫ്ലൂറൈഡ്, അതായത് ആൽക്കൈൽ ചെയിൻ സെയിം ആയിട്ട് വെച്ചു. 4 കാർബൺ 5 കാർബൺ ഉള്ള ഒരു കാർബൺ ചെയിൻ, ഒരിടത്ത് അയഡിൻ, ഒരിടത്ത് ബ്രോമിൻ, ക്ലോറിൻ, ഫ്ലൂറിൻ, അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അയഡൈഡിനായിരിക്കും ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ്, പിന്നെ ബ്രോമൈഡ്, ക്ലോറൈഡ്, ഫ്ലൂറൈഡ്. ഓക്കെ, ഇപ്പോൾ ഡെൻസിറ്റിൻ്റെ ഒരു കമ്പാരിസൺ നമ്മൾ നടത്തുകയാണെങ്കിൽ ആൽക്കൈഡ് അയഡൈഡിന് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി, പിന്നെ ബ്രോമൈഡ്. ഓക്കെ, ഇവർക്ക് രണ്ടാൾക്കും വാട്ടറിനേക്കാളും ഡെൻസിറ്റി ഉണ്ടാവും. ക്ലോറൈഡിനും ഫ്ലൂറൈഡിനും അതിനേക്കാളും താഴെയായിരിക്കും ഡെൻസിറ്റിൻ്റെ ഓർഡർ. അപ്പോൾ ഈ കാണുന്ന ഓർഡർ ഡെൻസിറ്റിയോട് ഓർഡർ തന്നെയാണ്, സെയിം ഓർഡർ തന്നെയാണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, നൗ കമ്മിങ് ടു ഡൈപോൾ മൊമെൻറ്റ് കാര്യം നമ്മളിവിടെ. ഓക്കെ, ഡൈപോൾ മൊമെൻറ്റിലേക്ക് വരുന്നതിന് മുന്നേ അരോമാറ്റിക് ഹലൈഡിൻ്റെ ഈ കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണേ. അരോമാറ്റിക് ഹലൈഡ്സിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഓർത്തോ ഡൈക്ലോറോ, മെറ്റാ ഡൈക്ലോറോ, പാരാ ഡൈക്ലോറോ, ബെൻസിൻ്റെ കമ്പാരിസൺ. ഇത് NCERTയിലുള്ള കാര്യങ്ങളാണ്. ഇവിടുത്തെ ബോയിലിംഗ് പോയിന്റിൻ്റെയും മെൽറ്റിംഗ് പോയിന്റിൻ്റെയും വാല്യൂസ് നിങ്ങൾ അറിയണമെന്നില്ല, പക്ഷേ ഓർഡർ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓർഡർ ഈസ് മാൻഡേറ്ററി ടു നോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടുതലുള്ളത് ഓർത്തോ ഡൈക്ലോറോയ്ക്കാണ്, അതിനുശേഷം പാരാ ഡൈക്ലോറോ, പിന്നെ മെറ്റാ ഡൈക്ലോറോ. പക്ഷേ മെൽറ്റിംഗ് പോയിന്റ് വരുമ്പോഴത്തേക്കും പാരാ ഡൈക്ലോറോയ്ക്കാണ് ഏറ്റവും കൂടുതൽ, പിന്നെ ഓർത്തോ ഡൈക്ലോറോ, പിന്നെയാണ് മെറ്റാ ഡൈക്ലോറോ വരിക. ഇവിടെ പാരാ ഡൈക്ലോറോ വരാനുള്ള കാരണം എന്താ, പാരാ ഡൈക്ലോറോ ബെൻസീൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ സിമെട്രിക് ആയിട്ടുള്ള മോളിക്യൂളാണ്, ക്രിസ്റ്റൽ ലാറ്റിസിൽ ഒരു ബെറ്റർ ഫിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ പാരാ ഡൈക്ലോറോ ബെൻസീൻ്റെ ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള, സ്റ്റേബിൾ ആയിട്ടുള്ള ക്രിസ്റ്റൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മെൽറ്റിംഗ് പോയിന്റ് ഭയങ്കര കൂടുതലായിരിക്കും. ഇനി ഡൈപോൾ മൊമെന്റിന്റെ ഓർഡർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡൈപോൾ മൊമെന്റ് ഉണ്ടാക്കുക കാർബൺ ക്ലോറിൻ ബോണ്ടാണ്. കാരണം ഡൈപോൾ മൊമെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ചാർജ് ഇൻറ്റു ബോണ്ട് ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലേ? മ്യൂസിക്കൽ ടു ചാർജ് ഇൻറ്റു ബോണ്ട് ലെങ്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ പൊളാരിറ്റി മാത്രം ചെക്ക് ചെയ്താൽ പോരാ, ബോണ്ട് ലെങ്ത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത്
ക്ലോറോമീഥൈൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഡൈപോൾമെൻറ്റ്, പിന്നെ ഫ്ലൂറൈഡ്, ബ്രോമൈഡ്, അയഡൈഡ്. ഇതായിരിക്കും ഓർഡർ ഓഫ് ഡൈപോൾമെൻറ്റ്. അതുപോലെ തന്നെ കൂടുതൽ ക്ലോറിനായിട്ട് വരുമ്പോൾ ഡൈപോൾമെൻറ്റ് കുറയും. CH3Cl ആണ് ഏറ്റവും കൂടുതൽ ഡൈപോൾമെൻറ്റ്, പിന്നെ CH2Cl2, CHCl3, CCl4, അങ്ങനെയാണ് ഡൈപോൾമെൻറ്റ് ഓർഡേഴ്സ്. നൗ ഇനി നമുക്ക് കെമിക്കൽ റിയാക്ഷനിലേക്ക് വരാം. ഇവിടെയാണ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാനുള്ളത്. സോ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ SN1 SN2 റിയാക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ പോകുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷേ ഇവിടെ ഞാൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് SN1 SN2 അനാലിസിസ് അല്ല, ഒരു കമ്പാരിസൺ ആണ് തരുന്നത്. ആൻഡ് വി ആർ ഗോയിങ് ടു ദ റിയാക്ഷൻസ്. സോ SN1 റിയാക്ഷൻ നമുക്കറിയാം. SN1 എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലർ റിയാക്ഷൻ അല്ലേ. റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻറ്റ്. അവിടെ ന്യൂക്ലിയോഫൈലിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. SN1 എന്ന് പറഞ്ഞൊരു 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ആദ്യമേ നമ്മുടെ ലീവിംഗ് ഗ്രൂപ്പ് പോകുന്നു, കാർബോ കാറ്റോൺ ഫോം ചെയ്യുന്നു, അതിനുശേഷമാണ് അറ്റാക്കിംഗ് ഗ്രൂപ്പ് അറ്റാക്ക് ചെയ്യുക. സോ കാർബോ കാറ്റോൺ ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ കാർബോ കാറ്റോണിൻ്റെ സ്റ്റെബിലിറ്റിയാണ് SN1 റിയാക്ഷൻ്റെ ഡിറ്റർമിനിങ് ഫാക്ടർ എന്ന് പറയുന്നത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ SN1 റിയാക്ഷൻ പോളാർ പ്രോട്ടിക് മീഡിയത്തിലാണ് പ്രിഫർ ചെയ്യുക. ആൻഡ് SN1 റിയാക്ഷൻ വഴി നമ്മുടെ സ്റ്റാർട്ടിംഗ് റിയാക്ടൻറ്റ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണെങ്കിൽ ഒരു പാർഷ്യൽ റെസമൈസേഷൻ നടക്കും. ഇനി SN2 റിയാക്ഷൻ ആണെങ്കിൽ നമുക്കറിയാം സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലർ. റേറ്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ദ സബ്സ്ട്രേറ്റിനെയും കോൺസെൻട്രേഷൻ ഓഫ് ദ ന്യൂക്ലിയോഫൈലിനെയും ഡിപ്പെൻഡ് ചെയ്യും. കാരണം സബ്സ്ട്രേറ്റും ന്യൂക്ലിയോഫൈലും ഒരുമിച്ച് ഒറ്റ സ്റ്റെപ്പിലാണ് റിയാക്ഷൻ നടക്കുക, സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്സാണ് അല്ലേ. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അറിയാം നമ്മുടെ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുക പുറകിലത്തെ സൈഡിൽ നിന്നാണ്, അറ്റാക്കിംഗ് ഫ്രം ദ ബാക്ക് സൈഡ്. അതുകൊണ്ട് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണ് ഇവിടെ നടക്കുക, കംപ്ലീറ്റ് ഇൻവേർഷൻ നടക്കും. ഇന്റർമീഡിയറ്റ് ഒന്നുമില്ല, ഇവിടെ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. TS ഇവിടെ എഴുതിയിരിക്കുന്ന ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ്. പോളാർ എപ്രോട്ടിക് മീഡിയമാണ് ഇവിടെ പ്രിഫർ ചെയ്യുക. നൗ ഏതൊക്കെ റിയാക്ഷൻസ് ആണ് ഉള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഹോഫ്മാൻ അമോണോളിസിസ്, അതായത് ഹാലജനെ നമ്മൾ NH2 ഗ്രൂപ്പ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു. അമോണിയാണ് ഇവിടുത്തെ ന്യൂക്ലിയോഫൈൽ, അമോണിയ ഗ്രൂപ്പ് അറ്റാക്ക് ചെയ്യുന്നു, നമുക്കൊരു പ്രൈമറി അമൈൻ കിട്ടുന്നു, ബൈ പ്രൊഡക്റ്റ് ഹാലോ ആൽക്കീൻ. പക്ഷേ ഈ റിയാക്ഷൻ ഇവിടെ കൊണ്ട് നിൽക്കുന്നില്ല. പ്രൈമറി അമൈൻ പിന്നെയും റിയാക്ഷൻ നടന്ന് നമുക്ക് സെക്കൻഡറി അമൈൻ വരാം. നോക്കി, ഇത് ഈത്തൈൽ അമൈനാണ്, പിന്നെ ഇത് ഡൈ ഈത്തൈൽ അമൈനായി, പിന്നെ ട്രൈ ഈത്തൈൽ അമൈനായി, അതിനുശേഷം നോക്കി ക്വാട്ടർണറി അമോണിയം സോൾട്ട് വരെ പോവാം. സോ നമ്മൾ അമൈൻസിൻ്റെ പ്രിപ്പറേഷൻ നമ്മളിത് പഠിക്കാറുണ്ട്. പക്ഷേ ഇവിടുത്തെ മേജർ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഒരു വൺ സിംഗിൾ പ്രൊഡക്റ്റ് അല്ല കിട്ടുക, യു ക്യാൻ ഗെറ്റ് മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ്. അതുകൊണ്ട് തന്നെ അമൈൻസിൻ്റെ പ്രിപ്പറേഷനിൽ നമ്മളിത് ജനറലി കൺസിഡർ ചെയ്യാറില്ല, ബിക്കോസ് യു വിൽ ബി ഗെറ്റിംഗ് എ മിക്സ്ചർ ഓഫ് പ്രൊഡക്റ്റ്. അടുത്തത് CN ഗ്രൂപ്പും NC ഗ്രൂപ്പുമായിട്ട് റീപ്ലേസ് ചെയ്യുന്ന റിയാക്ഷനാണ്. നമ്മൾ KCN വെച്ചിട്ടാണ് നമ്മുടെ ആൽക്കൈൽ ഹലൈഡിനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. KCN വെച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ അയഡിൻ വിൽ ബി റീപ്ലേസ്ഡ് ബൈ CN ഗ്രൂപ്പ്. ഇവിടെ കിട്ടുക നമുക്ക് നൈട്രൈലാണ്, നൈട്രൈൽ. ഇനി KCN പകരം നമ്മൾ AgCN ആണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കിവിടെ കിട്ടുക ഐസോസൈനൈഡ് ആണ് NC, ഐസോസൈനൈഡ് അല്ലെങ്കിൽ ഐസോനൈട്രൈൽ എന്ന് വിളിക്കുന്ന ഗ്രൂപ്പ്. അപ്പോൾ CN എന്ന് പറയുന്ന ന്യൂക്ലിയോഫൈൽ ഒരു ആംബിഡൻറ്റ് ന്യൂക്ലിയോഫൈൽ ആണെന്ന് നിങ്ങൾക്കറിയാം. ആംബിഡൻറ്റ് ന്യൂക്ലിയോഫൈലിൻ്റെ ഈ 2 എക്സാമ്പിൾ നിങ്ങൾ അറിയണം. KCN ആണെങ്കിൽ CN ഗ്രൂപ്പ് വരുന്നു, AgCN ആണെങ്കിൽ NC. അതുപോലെ തന്നെ നമുക്ക് നൈട്രൈറ്റ് ഇതിൻ്റെ കേസും ഉണ്ട്. നമ്മൾ AgNO2 വെച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ നോക്കിയാൽ നമുക്ക് നൈട്രോ ആൽക്കൈൻ കിട്ടും. NO2 ഗ്രൂപ്പ് ആയിരിക്കും ആൽക്കൈൽ ഗ്രൂപ്പിൽ ഇൻട്രൊഡ്യൂസ് ആവുക, നൈട്രോ ആൽക്കൈൻ. അതേസമയം നമ്മൾ KNO2 വെച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ നോക്കിയേ ആൽക്കൈൽ നൈട്രൈറ്റ് ആയിരിക്കും ഫോം ചെയ്യുക. ONO ഗ്രൂപ്പ് ആയിരിക്കും നമ്മുടെ ആൽക്കൈൽ ചെയിനിൽ ഇൻട്രൊഡ്യൂസ് ആവുക. നൗ ഇതേ മെത്തേഡ് അല്ലെങ്കിൽ ഈ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള മെത്തേഡ് നമുക്ക് വലിയ ആൽക്കൈൻസ് പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, നമ്മളൊരു ആൽക്കൈൽ ഹലൈഡ് എടുക്കുന്നു, അല്ലെങ്കിൽ ഈ എക്സാമ്പിൾ നോക്കിയാൽ കാണാം CH3CH2Br. നമ്മളിതിനെ സോഡിയം അസറ്റലൈഡായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സോഡിയം അസറ്റലൈഡ് എങ്ങനെ ഉണ്ടാക്കുക നോക്കി, ഇത് ആൽക്കൈൻ ആണ്, നമ്മളിതിനെ സിംപ്ലി സോഡിയം മെറ്റലായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. നോക്കിയാൽ സോഡിയം അസറ്റലൈഡ് കിട്ടി. ഈ കാണുന്ന വലിയ അയോണാണ് നമ്മുടെ ന്യൂക്ലിയോഫൈൽ. ദിസ് ഇസ് അവർ ന്യൂക്ലിയോഫൈൽ. ഈ ന്യൂക്ലിയോഫൈൽ എന്ത് ചെയ്യുന്നു, ഈ ന്യൂക്ലിയോഫൈൽ നമ്മുടെ ഹാലജനെ റീപ്ലേസ് ചെയ്യുന്നു. നോക്കിയാൽ നമുക്ക് വലിയൊരു ആൽക്കൈൻ കിട്ടി. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു 2 കാർബൺ ആൽക്കൈൻ ആയിരുന്നു, നമുക്കിപ്പോൾ ഒരു 4 കാർബൺ ആൽക്കൈൻ നമുക്ക് കിട്ടി. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു മേക്ക് എ ബിഗർ ആൽക്കൈൻ. ഓക്കെ, സോ ദിസ് റിയാക്ഷൻ ഇസ് എംപ്ലോയ്ഡ് ഫോർ അസെൻഡിങ് ഓഫ് സീരീസ്. അസെൻഡിങ് ഓഫ് സീരീസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം കൂടി, സ്റ്റെപ്പ് അപ്പ് റിയാക്ഷൻ നമ്മൾ വിളിക്കും. സ്റ്റെപ്പ് അപ്പ്, നമ്പർ ഓഫ് കാർബൺ ആറ്റം കൂടി. നമ്മൾ നേരത്തെ കണ്ട സയനൈഡ് ഗ്രൂപ്പിൻ്റെ ഈ കേസും സ്റ്റെപ്പ് അപ്പ് റിയാക്ഷനാണ്. നമ്പർ ഓഫ് കാർബൺ ആറ്റം കൂടി, 2 കാർബൺ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 3 കാർബൺ ആണ് പാരന്റ് ചെയിനിലുള്ളത്. നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻക്രീസസ്. ഇതൊക്കെ സ്റ്റെപ്പ് അപ്പ് റിയാക്ഷനാണ് വിളിക്കുക. നമ്പർ ഓഫ് കാർബൺ ആറ്റം കൂടിയാൽ സ്റ്റെപ്പ് അപ്പ്, നമ്പർ ഓഫ് കാർബൺ ആറ്റം കുറഞ്ഞാൽ സ്റ്റെപ്പ് ഡൗൺ. അടുത്തത് റീപ്ലേസ്മെൻറ്റ് ഓഫ് കാർബോക്സിലേറ്റ് ഗ്രൂപ്പ്. നമ്മൾ ഹാലോ ആൽക്കൈനെ നമുക്കൊരു കാർബോക്സിലേറ്റ് അയോണായിട്ട് ട്രീറ്റ് ചെയ്തു. നോക്കിയാൽ ഈ COO- ഗ്രൂപ്പാണ് നമ്മുടെ ന്യൂക്ലിയോഫൈൽ. ഹാലജനെ റീപ്ലേസ് ചെയ്യുന്നു. നോക്കി നമുക്ക് എസ്റ്റർ കിട്ടി. അപ്പോൾ ഇതൊരു എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷനാണ്. അടുത്തത് നമുക്ക് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് H- എന്ന് പറഞ്ഞ
ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് H- അയോൺ ഹൈഡ്രൈഡ് ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നു, ഹാലജൻ റീപ്ലേസ് ചെയ്യുന്നു. നോക്കിയാൽ നമുക്ക് ആൽക്കെയിൻ കിട്ടി. സോ ആൽക്കൈൽ ഹലൈഡിനെ റെഡ്യൂസ് ചെയ്യുന്ന ഒരു റിയാക്ഷനാണ്. ദിസ് ഇസ് ഓൾസോ കോൾഡ് ആസ് എ റിഡക്ഷൻ റിയാക്ഷൻ അല്ലെ. ആൽക്കൈൽ ഹലൈഡിനെ ആൽക്കെയിൻ ആയിട്ട് കൺവേർട്ട് ചെയ്തു, ഹാലജൻ റീപ്ലേസ്ഡ് ബൈ ഹൈഡ്രജൻ. അടുത്തത് നമുക്ക് വേണമെങ്കിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പായിട്ട് റീപ്ലേസ് ചെയ്യാം. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന കാര്യം അക്വസ് KOH, അക്വസ് NaOH, അക്വസ് സിൽവർ ഹൈഡ്രോക്സൈഡ്, മോയിസ്റ്റ് സിൽവർ ഓക്സൈഡ്. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന റിയാക്ടൻസ് ആണ്, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജൻസ് ആണെന്ന് പറയാം. ഈ റിയേജൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നോക്കിയേ നമ്മുടെ ആൽക്കൈൽ ഹലൈഡിലെ ഹാലജൻ OH ഗ്രൂപ്പായിട്ട് റീപ്ലേസ് ചെയ്യുന്നു. സോ ഇവിടെ ഏറ്റവും കോമൺ ആയിട്ട് ആൾക്കാർ ചോദിക്കുന്ന അല്ലെങ്കിൽ നീറ്റ് എക്സാമിനൊക്കെ എക്സ്പെക്ട് ചെയ്യുക യൂസ് ചെയ്യുന്ന റിയേജൻറ്റിൽ കൺഫ്യൂഷൻ വരും. പെട്ടെന്നൊരു തവണ സിൽവർ ഓക്സൈഡ് എന്നൊക്കെ കാണുമ്പോൾ Ag2O എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് തെറ്റാൻ പാടില്ല. Ag2 എന്ന് പറഞ്ഞാൽ ഇവിടെ OH ഗ്രൂപ്പാണ് വരിക എന്നുള്ള കാര്യം നമ്മുടെ തലയിലുണ്ടാവണം. ബ്രോമിൻ റീപ്ലേസ് ബൈ OH ഗ്രൂപ്പ്. സോ അങ്ങനെയുള്ള ചെറിയ ചെറിയ പോയിന്റുകൾ മിസ് ഔട്ട് ആവാതെ ശ്രദ്ധിക്കുക. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ വില്യംസൺ സിന്തസിസ് ആണ് ഈഥറിൻ്റെ പ്രിപ്പറേഷൻ. ആൽക്കൈൽ ഹലൈഡിനെ നമ്മൾ സോഡിയം ആൽക്കോക്സൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഈ ആൽക്കോക്സൈഡ് ഗ്രൂപ്പാണ് ന്യൂക്ലിയോഫൈൽ. ഈ ഹാലജൻ അത് റീപ്ലേസ് ചെയ്യുന്നു. നോക്കി നമുക്ക് ഈഥർ കിട്ടി. ഇവിടുത്തെ പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കുക, ഇതൊരു SN2 റിയാക്ഷൻ ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. SN2 റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ ഹാലോ ആൽക്കെയിൻ എന്ന് പറയുന്നത് എന്തായാലും പ്രൈമറി ആയിരിക്കണം. സ്റ്റെറിക് ഹിൻഡ്രൻസ് അല്ലെ SN2 ഡിറ്റർമിനിങ് ഫാക്ടർ. സോ ആൽക്കൈൽ ഹലൈഡ് മസ്റ്റ് ബി പ്രൈമറി. പ്രൈമറി ആൽക്കൈൽ ഹലൈഡ് ആണെങ്കിൽ നല്ല ഈഥർ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. സെക്കൻഡറി ആണെങ്കിൽ നമുക്ക് ഈഥറും ആൽക്കീനും മിക്സറായിട്ടാണ് കിട്ടുക. ആൽക്കീൻ ആയിരിക്കും അവിടുത്തെ മേജർ പ്രോഡക്റ്റ്. ടെർഷറി ആണെങ്കിൽ ഞാൻ പറഞ്ഞു ആൽക്കീൻ ആയിരിക്കും നമുക്ക് കിട്ടുക. എലിമിനേഷൻ ആയിരിക്കും പകരം നടക്കുക. അരോമാറ്റിക് ഹലൈഡ് ഈ റിയാക്ഷൻ കൊടുക്കുന്നില്ല, അരോമാറ്റിക് ഹലൈഡിന് ഈ റിയാക്ഷൻ ഇല്ല. സോ വില്യംസൺ സിന്തസിലെ പ്രത്യേകത ആൽക്കൈൽ ഹലൈഡ് മസ്റ്റ് ബി പ്രൈമറി. ആൽക്കൈൽ ഹലൈഡ് എന്ന് പറഞ്ഞാൽ മാൻഡേറ്ററി ആയിട്ടും പ്രൈമറി ആയിരിക്കണം, ബിക്കോസ് ഇറ്റ് ഇസ് SN2 മെക്കാനിസം. അടുത്ത ഡീഹൈഡ്രോ ഹാലജനേഷൻ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഓൾസോ വി കോൾ ഇറ്റ് ആസ് എ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ അല്ലെ. ബീറ്റ എലിമിനേഷൻ. ഇപ്പോൾ ബീറ്റ എലിമിനേഷൻ നടക്കുന്നത് എങ്ങനെയെന്ന് നമുക്കറിയാം. ആൽക്കഹോളിക് KOHന്റെ പ്രസൻസിലാണ്. ചില സമയത്ത് ആൽക്കഹോളിക് KOH എന്നോ NaNH2 എന്നോ RO- എന്നോ ടെർഷറി ബ്യൂട്ടോക്സൈഡ് എന്നോ ഇങ്ങനെയൊക്കെ തരാം. ദീസ് ആർ ഓൾ ഇൻഡിക്കേറ്റിംഗ് ദ സെയിം തിങ്. ഇതെല്ലാം ഒരേ കാര്യം തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. എലിമിനേഷൻ ആണ് നടക്കുക. ഹാലജൻ പോകുന്നു, തൊട്ടടുത്ത സൈഡിലുള്ള ഹൈഡ്രജനും പോകുന്നു. അതിനെയാണ് ബീറ്റ എലിമിനേഷൻ എന്ന് പറയുക. ഹാലജൻ പോകുന്നു, ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആൽഫ കാർബൺ, അടുത്തത് ബീറ്റ കാർബൺ, ബീറ്റ പൊസിഷനിലെ ഹൈഡ്രജൻ പോകുന്നു, പ്രൊഡക്റ്റ് ആൽക്കീനാണ്. ഇവിടെ ഫോളോ ചെയ്യുന്ന റൂൾ എന്താ മക്കളെ? ഫോളോ ചെയ്യുന്ന റൂള് സെയ്റ്റ്സഫ് റൂൾ ആണ് ഇവിടെ ഫോളോ ചെയ്യുക. സോ ഈ ഒരു പ്രോസസ്സ് നടക്കുക കാർബോകാറ്റോൺ മെക്കാനിസം വഴിയാണ്. ഹാലജൻ പോകുന്നു, E1 മെക്കാനിസമാണ് പ്രിഫർ ചെയ്യുക. ഹാലജൻ പോകുന്നു, കാർബോകാറ്റോൺ ഫോം ചെയ്യുന്നു, പിന്നെ ഹൈഡ്രജൻ പോകുന്നു, ആൽക്കീൻ ഫോം ചെയ്യുന്നു. സോ റേറ്റ് ഓഫ് എലിമിനേഷൻ എന്ന് പറയുന്നത് കാർബോകാറ്റോണിന്റെ സ്റ്റെബിലിറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. കാർബോകാറ്റോൺ റീഅറേഞ്ച് ചെയ്ത് നടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെയ്റ്റ്സഫ് റൂൾ ഇവിടെ ഫോളോ ചെയ്യും. അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഡീഹൈഡ്രോ ഹാലജനേഷൻ ഓഫ് ഡൈഹാലൈഡ്സ് ആണ്. ഡൈഹാലൈഡ്സിന്റെ കേസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കിയാൽ കാണാം, ഒരു ഡീഹൈഡ്രോ ഹാലജനേഷൻ അല്ല, 2 റൗണ്ട്സ് ഓഫ് ഡീഹൈഡ്രോ ഹാലജനേഷൻ നടക്കും. നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഇതൊരു വിസിനൽ ഡൈഹാലൈഡ് ആണ്. 2 ഹാലജൻ അഡ്ജസന്റ് കാർബണായിട്ട് പ്രസന്റ് ആണ്. ഈ ഹാലജനും ഈ ഹൈഡ്രജനും പോവും, അതിനുശേഷം ഈ ഹൈഡ്രജനും ഈ ഹാലജനും പോവും. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക ഒരു ആൽക്കൈൻ ആയിരിക്കും. ഓക്കെ. സോ ഡൈഹാലൈഡ്സിൻ്റെ ഒക്കെ കേസ് വരുമ്പോഴത്തേക്കും വിസിനൽ ജെമിനൽ ഡൈഹാലൈഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ആൽക്കൈൻ പ്രൊഡക്റ്റ് ആയിരിക്കും കിട്ടുക. നോക്കി, ഈ ക്ലോറിൻ ഈ ഹൈഡ്രജൻ പോയി, ഈ ക്ലോറിൻ ആൻഡ് ഈ ഹൈഡ്രജൻ പോയി, നോക്കി നമുക്ക് ആൽക്കൈൻ കിട്ടി. യു വിൽ ഗെറ്റ് ആൻ ആൽക്കൈൻ. സോ ഹൈഡ്രോ ഹാലജനേഷൻ ഓഫ് ഡൈഹാലൈഡ് എന്ന് പറയുമ്പോൾ ഒരു ആൽക്കൈൻ പ്രൊഡക്റ്റ് ആയിരിക്കും കിട്ടുക. നൗ കമ്മിങ് ടു ഹാലോ അരീൻസ്. ഹാലോ അരീൻസിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് പലതരം മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഉണ്ട്. ഒന്നാമത് നമ്മുടെ നോർമൽ ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് ക്ലോറിൻ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3. അപ്പോൾ നമുക്കിവിടെ ക്ലോറോണിയം അയോൺ Cl+ എന്നുള്ള ക്ലോറോണിയം അയോൺ ആയിരിക്കും നമ്മുടെ ബെൻസീൻ റിങ്ങിൽ ഇവിടെ അറ്റാക്ക് ചെയ്യുക. ക്ലോറിൻ അറ്റാക്ക് ചെയ്യുന്നു, ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ നടക്കുക. ഓക്കെ. അതുപോലെ തന്നെ ബ്രോമിൻ ആണെങ്കിൽ നമുക്ക് Fe-ൻ്റെ കൂടെയോ FeBr3-ൻ്റെ കൂടെയോ നമുക്ക് ട്രീറ്റ് ചെയ്യാം, ബ്രോമിൻ വരും. അയഡിൻ ആണെങ്കിൽ HNO3 അല്ലെങ്കിൽ HiO4 വെച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് അയഡിൻ ഹിയർ. നമ്മൾ ക്ലോറിൻ ഭയങ്കര എക്സസ് ആയിട്ട് ട്രീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നോക്കിയേ, എല്ലാ പൊസിഷനിലും ക്ലോറിൻ വരും. ഇത് നമ്മൾ വിളിക്കുക ഹെക്സാ ക്ലോറോ ബെൻസീൻ എന്നാണ്, HCB എന്നൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യാറുണ്ട്. ഇനി അതേസമയം ഇവിടെ നമുക്കൊരു കമ്പാരിസൺ റിയാക്ഷൻ ഞാൻ തരുവാണ്. എക്സസ് ഓഫ് അൺഹൈഡ്രസ് AlCl3-ൻ്റെ പ്രസൻസിലല്ലാതെ പകരം നമ്മൾ ക്ലോറിനെ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ നടത്തി വിചാരിക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, ബെൻസീൻ റിംഗ് ഇല്ല, എക്രോസ് ഡബിൾ ബോണ്ട് ക്ലോറിൻ ആഡ് ആവുന്നു. നമുക്കിവിടെ കിട്ടുക BHC ആണ്, ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്. ഓക്കെ. ഇത് ബെൻസീൻ റിംഗ് അല്ല, പറയുമ്പോൾ ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ് എന്ന് പറയുമെങ്കിലും ദിസ് ഇസ് നോട്ട് ബെൻസീൻ റിംഗ്. ഓക്കെ. ഇത് ഹെക്സാ ക്ലോറോ സൈക്ലോ ഹെക്സേൻ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഹെക്സാ ക്ലോറോ സൈക്ലോ ഹെക്സേൻ. അപ്പോൾ ഈ റിയാക്ഷൻസിൻ്റെ കമ്പാരിസൺ അറിയുന്നത് നല്ലതായിരിക്കും. മൂവിങ് ഫർദർ, രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ബെൻസീൻ ഡയസോണിയം സോൾട്ട് എന്നാണ്.
ഡയസോണിയം സോൾട്ടിൽ നമുക്ക് നോക്കിയാൽ കാണാം Cu2Cl2 ആൻഡ് HCl ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ N2Cl ഗ്രൂപ്പ് പോയി പകരം ക്ലോറിൻ വരുന്നു. Cu2Br2 ആൻഡ് HBr ആണെങ്കിൽ ബ്രോമിൻ വരുന്നു. ഈ മെത്തേഡ് നമ്മൾ വിളിക്കുന്ന പേര് സാൻമേയർ റിയാക്ഷൻ എന്ന് വിളിക്കുക അല്ലേ, സാൻമേയർ റിയാക്ഷൻ. ഇനി അതുപോലെ തന്നെ Cu2Cl2 അതായത് കോപ്പറിന്റെ സോൾട്ട് അല്ലാതെ സിംപ്ലി കോപ്പർ മെറ്റലും HCl ആയിട്ട് ട്രീറ്റ് ചെയ്തു. അപ്പോഴും നമുക്ക് N2Cl ഗ്രൂപ്പ് പോയിട്ട് ക്ലോറിൻ വരുന്നു. Cu ആൻഡ് HBr ആണെങ്കിൽ പകരം നമുക്ക് നോക്കിയാൽ ബ്രോമിൻ വരുന്നു. പക്ഷേ ഇവിടെ റിയാക്ഷന്റെ പേര് മാറും. ഇവിടുത്തെ റിയാക്ഷൻ നമ്മൾ വിളിക്കുക എന്താ, ഗെറ്റർമാൻ റിയാക്ഷൻ ആണ് നമ്മളിതിനെ വിളിക്കുക. നമുക്ക് വേണമെങ്കിൽ അയഡൈഡ് ഉണ്ടാക്കാം. ഇതുപോലെ തന്നെ Ka ആയിട്ട് വാം ചെയ്താൽ മതി. ഡയസോഡിയം സോൾട്ട് എടുക്കുന്നു, Ka ആയിട്ട് വാം ചെയ്യുന്നു, അയഡിൻ ഇവിടെ വരുന്നു. ഫ്ലൂറൈഡ് ഉണ്ടാക്കാം. നമ്മൾ അതിന് ആദ്യമേ HbF4 ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. ആദ്യമേ ഇവിടെ ഒരു സോൾട്ട് ഫോം ചെയ്യും. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ കാണാം ഫ്ലൂറിന് ഇവിടെ വരും. ഈ റിയാക്ഷൻ്റെ പേര് ബാൾസ് ഷീമാൻ റിയാക്ഷൻ ആണ്. പേര് NCERT-യിലില്ല, ജസ്റ്റ് പേര് മെൻഷൻ ചെയ്തെന്ന് മാത്രം. നൗ ഹാലോ അരീൻസിൻ്റെ റിയാക്ഷനിലേക്കും കൂടെ നമുക്ക് പോയി നോക്കാം. അരോമാറ്റിക് ഹാലൈഡ് ആൽക്കൈൽ ഹാലൈഡ് പോലെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ ഇൻവോൾവ് ആവാറില്ല. അതിൻ്റെ കാരണം എന്താ? ഒന്നാമത് ഈ ഹാലജനെ ഇവിടുന്ന് കളയണമെങ്കിൽ കാർബൺ ഹാലജൻ ബോണ്ടിന് ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്. കാരണം എന്താ? ക്ലോറിനിലെ ലോൺ പെയർ ബെൻസീൻ റിങ്ങിലേക്ക് കോൺജുഗേഷനിൽ ഇൻവോൾവ് ആയതുകൊണ്ട് കാർബൺ ഹാലജൻ ബോണ്ടിന് ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ടാവും. സോ ഡ്യൂ ടു റെസൊണൻസ് ദെയർ ഇസ് എ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ. അതുകൊണ്ട് ക്ലോറിനെ ബ്രേക്ക് ചെയ്യുക, പകരം ഒരു ന്യൂക്ലിയോഫൈൽ വരിക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ടാമത് ഡിഫറൻസ് ഇൻ ഹൈബ്രിഡൈസേഷൻ. sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ എന്ന് പറയുമ്പോൾ, അത് നോർമൽ ആൽക്കൈൽ ഹാലൈഡിൻ്റെ കേസ് എടുക്കുമ്പോൾ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണാറ്റം ഉണ്ടാവുക. ഇവിടെ നമുക്ക് ഈ കാർബണാറ്റം എന്ന് പറയുന്നത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവാണ്. പക്ഷേ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബണാറ്റമാണ് അരോമാറ്റിക് ഹാലൈഡിൽ ഉണ്ടാവുക. ഇവിടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഈ കാർബണിൻ്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിക്കഴിഞ്ഞാൽ ഈ ഹാലജനെ കാർബൺ ഒന്നും കൂടെ അടുത്തേക്ക് വലിച്ചു വെക്കും. അതുകൊണ്ട് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ സ്റ്റിൽ ഇറ്റ് വിൽ ബി വെരി വെരി ഡിഫിക്കൽട്ട്. മൂന്നാമത്തത് ഇൻസ്റ്റെബിലിറ്റി ഓഫ് ഫിനൈൽ കാറ്റയോൺ. സപ്പോസ് നമ്മൾ ഈ ക്ലോറിനെ കളഞ്ഞ് ഒരു പോസിറ്റീവ് ചാർജ് ഇവിടെ വന്നു വിചാരിക്കുക, അതായത് SN1 റിയാക്ഷൻ നടന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, SN1 റിയാക്ഷൻ, അതായത് ക്ലോറിൻ ആദ്യം പോകുന്നു, ഒരു പോസിറ്റീവ് ചാർജ് ഫോം ചെയ്യുന്നു. ഇവിടെ ഫോം ചെയ്യുന്ന കാർബോ കാറ്റയോൺ എന്ന് പറയുന്നത് ഫിനൈൽ കാർബോ കാറ്റയോൺ ആണ്. ഫിനൈൽ കാർബോ കാറ്റയോണിനെ നമുക്ക് റെസൊണൻസ് വഴി സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റില്ല. സോ ഇൻസ്റ്റെബിലിറ്റി ഓഫ് ഫിനൈൽ കാർബോ കാറ്റയോൺ. അതുകൊണ്ട് തന്നെ SN1 എന്നുള്ള എൻറ്റയർ പോസിബിലിറ്റി നമുക്ക് ഇവിടെ ഒഴിവാക്കാം. SN1 മെക്കാനിസം ഈസ് റൂൾഡ് ഔട്ട്. NCERT സെൻറ്റൻസ് ആണ്. നാലാമത്തത് സ്റ്റെറിക് ഹിൻഡ്രൻസ്. കാരണം ബെൻസീൻ റിംഗ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിച്ച് ആണ്. അപ്രോച്ച് ചെയ്യാൻ വരുന്ന ന്യൂക്ലിയോഫൈലും ഇലക്ട്രോൺ റിച്ച് ആണ്. അപ്പം ഈ ന്യൂക്ലിയോഫൈലും ബെൻസീൻ റിംഗും ഒക്കെ തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാവും, സ്റ്റെറിക് ഹിൻഡ്രൻസ് ഉണ്ടാവും. അതുകൊണ്ട് ഈ കാരണങ്ങൾ കൊണ്ട് ഹാലോ അരീൻസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന് നോർമലി അത്ര റിയാക്റ്റീവ് അല്ല. പക്ഷേ നമുക്ക് റിയാക്ഷൻ നടത്താം ബൈ ഹൗ എക്സ്ട്രീം കണ്ടീഷൻസ് കൊടുത്തിട്ട്, ഹൈ ടെമ്പറേച്ചർ, ഹൈ പ്രഷർ, ഡ്രാസ്റ്റിക് കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് നമുക്ക് റിയാക്ഷൻ നടത്താം. ഇപ്പോൾ ക്ലോറിൻ നമുക്ക് നോക്കിയാൽ കാണാം NaOH ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അറ്റ് 623 Kelvin ആൻഡ് 300 atm പ്രഷർ നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ നമുക്ക് ഫീനോൾ കിട്ടി, ഫീനോൾ. ഓക്കെ, ഇതിനെ നമ്മൾ ഡൗസ് പ്രോസസ് എന്ന് വിളിക്കുക, ഡൗസ് പ്രോസസ്. പക്ഷേ ഈ റിയാക്ഷൻ നടത്തണമെങ്കിൽ ഭയങ്കര ഹൈ കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യണം, ഡ്രാസ്റ്റിക് കണ്ടീഷൻ. ഈ ബെൻസീൻ റിങ്ങിൻ്റെ റിയാക്ടിവിറ്റി നമുക്ക് കൂട്ടാം. എങ്ങനെയാണ് ചെയ്യുക? നമ്മൾ ഇലക്ട്രോൺ വിഡ്രോവിങ് ഗ്രൂപ്പുകൾ ബെൻസീൻ റിങ്ങിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. സോ നമുക്ക് നോക്കി ഒരു NO2 ഗ്രൂപ്പ് ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഈ കണ്ടീഷൻ നോക്കിക്കേ, ഈ കണ്ടീഷൻ NaOHൻ്റെ പ്രസൻസിൽ 443 Kelvin മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. 2 NO2 ഓർത്തോ പാര പൊസിഷനിൽ വന്നു നോക്കിയേ. അപ്പോൾ 368 Kelvin മാത്രം മതി. 100 ഡിഗ്രി സെൽഷ്യസ് പോലും ടെമ്പറേച്ചർ ആവശ്യമില്ല. നമ്മൾ 3 NO2 ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഓർത്തോ പാരാ പൊസിഷനിൽ 3 NO2 ഗ്രൂപ്പ്. അപ്പോൾ നോക്കിയാൽ ജസ്റ്റ് വാം ചെയ്താൽ മാത്രം മതി, നമ്മുടെ റിയാക്ഷൻ നടക്കും. ക്ലോറിൻ OH ആയിട്ട് റീപ്ലേസ് ആവും. സോ ഇലക്ട്രോൺ വിഡ്രോവിങ് ഗ്രൂപ്പുകൾ നമ്മുടെ ബെൻസീൻ റിങ്ങിൽ ഇൻട്രൊഡ്യൂസ് ആവുന്നതിനനുസരിച്ച് നമ്മുടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ റിയാക്ടിവിറ്റി കൂടും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ റിയാക്ടിവിറ്റി ആൽക്കൈൽ ഹാലൈഡിനാണ് കൂടുതൽ. ഹാലോ അരീൻസ് അത്ര റിയാക്റ്റീവ് അല്ല. ഡ്രാസ്റ്റിക് കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ മാത്രമേ റിയാക്ഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, ഇലക്ട്രോൺ വിഡ്രോവിങ് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ റിയാക്ടിവിറ്റി കൂടുന്നുള്ള കാര്യം കൂടെ അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. ക്ലോറിൻ എന്ന് പറയുന്നത് ഒരു ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്, അതേസമയം തന്നെ ഡിയാക്ടിവേറ്റിംഗ് ആണ്. ക്ലോറിൻ എന്ന് പറയുന്ന ആൾ മൈനസ് എഫക്റ്റ് കാരണം ബെൻസീൻ റിങ്ങിലെ ഇലക്ട്രോണിനെ ക്ലോറിൻ്റെ അടുത്തേക്ക് വലിക്കും. സോ ഇറ്റ് ഇസ് എ ഡിയാക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്. ഓക്കെ, ഹാലജൻ ഇസ് എ ഡിയാക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്. പക്ഷേ ക്ലോറിൻ്റെ മുകളിലുള്ള ലോൺ പെയർ കോൺജുഗേഷനിൽ ഇൻവോൾവ് ആകുന്നതുകൊണ്ട് തന്നെ ക്ലോറിൻ ഈസ് എൻ ഓർത്തോ പാര ഡയറക്റ്റിംഗ്. ഭയങ്കര സ്പെഷ്യാലിറ്റി ഉള്ള ആളാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ കേസ് വരുമ്പോഴത്തേക്കും ക്ലോറിൻ ഡിയാക്ടിവേറ്റിംഗ് ആണ്, അറ്റ് ദ സെയിം ടൈം ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം, നമ്മൾ ഫർദർ ക്ലോറിനേഷൻ നടത്തുകയാണെങ്കിൽ വി ആർ ഡൂയിങ് ക്ലോറിനേഷൻ, ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് AlCl3, ക്ലോറിൻ വരുന്നു ഓർത്തോ പാര പൊസിഷനിൽ. ആരാണ് മേജർ? പാര ആണ് മേജർ. അതുപോലെ നമുക്ക് നൈട്രേറ്റിംഗ് മിക്സർ HNO3 ആൻഡ് H2SO4 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. NO2 ഗ്രൂപ്പ് വരുന്നു ഓർത്തോ പാര മേജർ. സൾഫണേഷൻ നടത്തുന്നു, SO3H ഗ്രൂപ്പ് വരുന്നു ഓർത്തോ പാര മേജർ അഗെയിൻ.
നമുക്ക് അതുപോലെ ഫ്രെഡൽ ക്രാഫ്റ്റ് ആൽക്കലേഷനും അസൈലേഷനും നടത്താം. ആൽക്കലേഷനിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അസൈലേഷനിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. അഗെയിൻ പാര ഈസ് ഓൾവേസ് മേജർ ദാൻ ഓർത്തോ പ്രൊഡക്റ്റ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിയാക്ടിവിറ്റി ഓഫ് ഹാലോ അരീൻസ് ഈസ് കൺട്രോൾഡ് ബൈ മൈനസ് എഫക്ട്. ഞാൻ പറഞ്ഞു ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. പക്ഷെ എവിടെയാണ് നമ്മുടെ അപ്കമിങ് ഇലക്ട്രോഫൈൽ വരുന്നത്, അപ്കമിങ് ഇലക്ട്രോഫൈൽ എവിടേക്ക് വരുന്നു എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത് റെസണൻസ് വഴിയാണ്, ഓർത്തോപാര ഡയറക്റ്റിംഗ്. ഓക്കെ, ബെൻസീനേക്കാളും റിയാക്ടിവിറ്റി കുറവാണ് ഹാലോ അരീൻസിന് കേട്ടോ. അരോമാറ്റിക് ഹാലൈഡ്സിന് ബെൻസീനേക്കാളും റിയാക്ടിവിറ്റി കുറവാണ്, കാരണം ക്ലോറിൻ ഇലക്ട്രോൺസ് വലിക്കുന്നതുകൊണ്ട്, മൈനസ് എഫക്റ്റ് ഉള്ളതുകൊണ്ട്. ഇനി മെറ്റൽസുമായിട്ടുള്ള റിയാക്ഷൻസ് പല സ്ഥലങ്ങളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ ഞാനതെല്ലാം കൂടെ ഒരുമിച്ച് ഇവിടെ എഴുതിയേക്കാണ്. ഒന്നാമത് ഗ്രിഗ്നാർഡ് റിയേജൻ്റായിട്ടുള്ള റിയാക്ഷനാണ്, അല്ലെങ്കിൽ ഗ്രിഗ്നാർഡ് റിയേജൻ്റെ ഫോർമേഷൻ. ആൽക്കൈൽ ഹലൈഡിനെ മഗ്നീഷ്യമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു ഇൻ ഡ്രൈ ഈതർ മീഡിയം. നമുക്ക് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് കിട്ടും RMgX. ഈ ഗ്രിഗ്നാർഡ് റിയേജൻ്റെ പല റിയാക്ഷൻ പല ചാപ്റ്റേഴ്സിൽ പല പൊസിഷൻസിലായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഗ്രിഗ്നാർഡ് റിയേജനെ നമ്മൾ വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഇത് ബോണ്ട് ഇവിടെയാണ് ബ്രേക്ക് ചെയ്യുക, ബോണ്ട് വിൽ ബി ബ്രേക്കിംഗ് ഹിയർ, H വിൽ ഗോ ഹിയർ, OH വിൽ ഗോ ഹിയർ. നമുക്ക് നമ്മുടെ ഹൈഡ്രോ കാർബൺ തിരിച്ചു കിട്ടും. യു ക്യാൻ ഗെറ്റ് ദ ഹൈഡ്രോ കാർബൺ ബാക്ക്. ഇനി വുഡ്സ് റിയാക്ഷൻ നമ്മൾ ഹൈഡ്രോ കാർബൺ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. ആൽക്കൈൽ ഹലൈഡ് നമ്മൾ സോഡിയമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു ഇൻ ഡ്രൈ ഈതർ മീഡിയം. നോക്കിയാൽ ഡബിൾ നമ്പർ ഓഫ് കാർബണായിട്ടുള്ള ഒരു ആൽക്കെയിൻ നമുക്ക് കിട്ടും. ആൽക്കെയിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ് നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ, വുഡ്സ് റിയാക്ഷൻ. സോ ഈ ഒരു R ഗ്രൂപ്പ് ഉണ്ടാവും, ഹാലജൻ പോകുന്നു, വേറെ R ഗ്രൂപ്പ് ഉണ്ടാവും, അവിടുത്തെ ഹാലജൻ പോകുന്നു, രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ് കൂടെ കണക്ട് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. വുഡ്സ് റിയാക്ഷൻ നമുക്ക് ഓൾറെഡി അറിയാവുന്ന റിയാക്ഷനാണ്. ആൽക്കൈൽ ഗ്രൂപ്പിന് പകരം രണ്ട് അരോമാറ്റിക് ഗ്രൂപ്പുകളാണ് വരുന്നതെന്ന് വിചാരിക്കുക. ഒരു അരോമാറ്റിക് ഗ്രൂപ്പ്, വേറെ അരോമാറ്റിക് ഗ്രൂപ്പ്, രണ്ടിൻ്റെയും ഹാലജൻസ് പോകുന്നു. ഹാലജൻസ് പോയ ശേഷം രണ്ട് അരോമാറ്റിക് ഗ്രൂപ്പുകളോടെ കണക്ട് ആവുന്നു. ഫോം ചെയ്യുന്ന കോമ്പൗണ്ടിനെ പറയുന്ന പേര് എന്താ, ബൈഫിനൈൽ അല്ലെങ്കിൽ ഡൈഫിനൈൽ. രണ്ടും പറയാറുണ്ട്, ബൈഫിനൈൽ ആൻഡ് ഡൈഫിനൈൽ ബോത്ത് ക്യാൻ ബി യൂസ്ഡ്. ഇവിടെ നമ്മൾ മെത്തേഡ് ഡ്രൈ ഈതർ മീഡിയത്തിൽ തന്നെയാണ് ഈ റിയാക്ഷൻ നടത്തുക. റിയാക്ഷൻ്റെ പേര് മാറും, ഫിറ്റിഗ് റിയാക്ഷൻ എന്നാണ് നമ്മളിവിടെ വിളിക്കുക. ഇനി ഒരു ആൽക്കൈൽ ഹലൈഡും ഒരു അരോമാറ്റിക് ഹലൈഡും എടുക്കുക, അതായത് പകുതി വുഡ്സ് പകുതി ഫിറ്റിഗ്, ഒരു അരോമാറ്റിക് ഒരു ആൽക്കൈൽ. അപ്പോൾ നോക്കിയാൽ ആൽക്കൈൽ ഗ്രൂപ്പ് നമുക്ക് ഇത് അരോമാറ്റിക് റിങ്ങിൽ കണക്ട് ആയിട്ട് നമുക്ക് കിട്ടും. ഇതിനെ നമ്മൾ വുഡ്സ് ഫിറ്റിഗ് റിയാക്ഷൻ എന്നാണ് വിളിക്കുക, വുഡ്സ് ഫിറ്റിഗ് റിയാക്ഷൻ. അപ്പോൾ നമുക്ക് എല്ലാ റിയാക്ഷനും ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്തു. ഇവിടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്ത കാര്യങ്ങൾ, NCERT പ്രകാരം ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം നമ്മുടെ നോമൻക്ലേച്ചർ പാർട്ട്, നമുക്കത് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. രണ്ടാമത്തത് S1 and SN2 റിയാക്ഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ അനാലിസിസ് നടത്തിയിട്ടില്ല, ഒരു ബേസിക് ഐഡിയയും കമ്പാരിസണും മാത്രമേ നടത്തിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഐസോമെഴ്സിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്, അത് ഞാനിവിടെ പറഞ്ഞിട്ടില്ല. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോളി ഹാലജൻ കോമ്പൗണ്ട്സ്, അത് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് NCERTയിലുള്ള ഒരു അപ്പുറമുള്ള ഒരു പേജ് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ എന്തായാലും തറവായിട്ട് വായിച്ചിരിക്കണം, കാരണം അവിടെ നിന്ന് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാം. ക്ലോറോഫോം, DDTൻ്റെ പേര്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അതെന്തായാലും ഒന്ന് വായിച്ചു വെക്കുക. ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ. ഓക്കെ, സോ ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.